മേപ്പടിയൻ എന്ന സിനിമ വന്നപ്പോൾ മാക്സിമം ആൾക്കാർ എഴുതിയത് ഇത് സംഘം ഫണ്ട് ചെയ്ത ഒരു സിനിമയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാം ആ പടം എൻ്റെ വീട് പണം വെച്ചിട്ടാണ് ഞാനത് ചെയ്തത്. ഇത് ഞാൻ ഒരിക്കലും പറയാത്തതെന്ന് വെച്ചാൽ സാധാരണ എന്നെ ഗൺ പോയിന്റിൽ വെച്ചിട്ടല്ല ആരും ഇവിടെ സിനിമ എടുക്കാൻ പറയുന്നത്. എൻ്റെ ആഗ്രഹമാണ്. ഞാൻ എൻ്റെ അച്ഛനോട് അമ്മോട് ചോദിച്ചു ഞാൻ വീട് പണം വെച്ചോട്ടെ എന്ന്. വെച്ചോളൂ എന്ന് പറഞ്ഞു. ഞാൻ ആ പൈസ കൊണ്ടിട്ടാണ് ഈ സിനിമ ഉണ്ടാക്കിയത്. സിനിമയിൽ ആകെ ഒരു പാസിങ് സേവാഭാരതിയുടെ ഒരു ആംബുലൻസ് പോയപ്പോൾ SDPI ആംബുലൻസിൽ എത്ര സിനിമകളുണ്ട് ഞാൻ പറയാണ്. ജസ്റ്റ് എക്സാമ്പിൾ. ഞാൻ ഇനി സേവാഭാരതി SDPI കൊണ്ടുപോകണ്ട, ഞാൻ പറഞ്ഞു വരികയാണ്. രണ്ടാമത്തെ അവിടെ ഷഫീഖിനെ സന്തോഷം ചെയ്തപ്പോൾ പിന്നെയും അവൻ എന്നാ പിന്നെ മുസ്ലിം ഫാമിലീസിനെ കയ്യിലെടുക്കാൻ സിനിമ എടുക്കാൻ. മാളികപ്പുറം ചെയ്യുമ്പോൾ നിങ്ങൾ പറയുന്നത് അവൻ അതെന്തായാലും മാളികപ്പുറം അഗ്രസീവ് പ്രൊമോഷൻ, പിന്നെ ഹിന്ദുത്വ അജണ്ട, പിന്നെ ജയഗണേഷ് വന്നപ്പോൾ പ്രോപ്പഗണ്ട സിനിമ, പിന്നെ മാർക്കോ വന്നപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വയലൻസ് മാർക്കോ കണ്ടതിന് ശേഷം. അതിന് മുന്നേ ഒന്നും ഉണ്ടായിട്ടില്ല ഇവിടെ. അല്ല ഞാൻ ചോദിക്കുകയാണ്, ഞാൻ പറഞ്ഞു ഈ സിനിമകൾക്ക് USP ഇത് മാത്രമേ ഉള്ളൂ. മാം ഞാൻ മേപ്പടിയാൻ തൊട്ട് എനിക്ക് വിഷമമുണ്ട് ഇങ്ങനെ നെഗറ്റീവ് വരുമ്പോൾ. ഇറ്റ് ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് സീരിയസ് തിങ്. ഞാൻ ഇന്ന് ഇത്രയും നേരം സംസാരിച്ച കാര്യങ്ങളൊന്നും കേട്ടിട്ടില്ല. നിങ്ങൾ വനിതയല്ലേ? ഒരു ഫീമെയിൽ സിനി ആർട്ടിസ്റ്റിന് ഉണ്ടായ ഇഷ്യൂ ആണ് ഞാൻ സംസാരിക്കാൻ പോയത്. യു ഡോണ്ട് റാൻഡംലി നിങ്ങളിങ്ങനെ ഞാൻ എൻ്റെ ഒരു ഈ കൂട്ടത്തിൽ എൻ്റെ വിഷമം പറഞ്ഞു. അല്ല ഡെഫിനറ്റ്ലി വിഷമം അല്ലല്ല എൻ്റെ ഫ്രസ്ട്രേഷൻ ഒന്നുമല്ല. ഞാൻ എൻ്റെ സങ്കടം പറയാം. നിങ്ങളൊരു നടൻ എന്ന നിലയിൽ എൻ്റെ വേർഷൻ കൂടി നിങ്ങൾ എൻ്റെ വേർഷൻ കേൾക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് പറയാണ് ഒരു സിനിമ അതായത് മേപ്പടിയാൻ ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് സ്ക്രിപ്റ്റ്സ് ആയിരുന്നു. അതിനെക്കുറിച്ച് എത്ര ചർച്ചകൾ ഉണ്ടായെന്ന് എനിക്കറിയില്ല. ജയഗണേഷ് ഒരു നല്ല സിനിമയായിരുന്നു. ഞാൻ പറയുന്നത് അതൊരു പ്രൊപ്പഗൻഡ പേര് വെച്ച പ്രൊപ്പഗൻഡ സിനിമ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് സങ്കടം ഉണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ട് ഉണ്ടായിട്ടില്ല എന്ന് പറയാം എന്ന് വെച്ചാൽ എന്റെ സങ്കടത്തിന്റെ കാരണം ഇതാണെന്ന് ഇന്നാള് പറഞ്ഞത് എനിക്ക് ഇറ്റ്സ് നോട്ട് ഫെയർ. ഞാൻ പറയാണ് ഈ ഇഷ്യൂ കംപ്ലീറ്റ്ലി ഡീവിയേറ്റ് ചെയ്ത് ട്രാക്ഷൻ മാറ്റി ഇതിൽ വേറെ നടന്റെ പേരിട്ടപ്പോ ഐ ബിലീവ് നിങ്ങളെല്ലാവരും അക്സെപ്റ്റ് ആയി. അതല്ല, അതിൽ എൻ്റെ സുഹൃത്തിന് ഒരു പങ്കുമില്ല. അവന്റെ സിനിമ സൂപ്പർ ഹിറ്റ് അടിക്കണം. എൻ്റെ മാർക്കോ സിനിമ ഹിറ്റായപ്പോൾ ഞാൻ അവന്റെ കൂടെയാണ് അന്ന് രാത്രി ഇരുന്നത്. ARM ഹിറ്റായപ്പോൾ ഞാനാണ് ആദ്യം വിളിച്ചത്. ഞങ്ങൾ പലപ്പോഴും പല സ്ഥലത്തും പബ്ലിക്കലി ഇതിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. സോ ഐ റിയലി ഡോണ്ട് തിങ്ക് ഇറ്റ് ഇസ് ദ റൈറ്റ് വേ. ഒട്ടും ഹെൽത്തി അല്ല.